ഹായ് ഫ്രണ്ട്സ്, വിഷുവിൻ്റെ അന്ന് ഞാൻ കാലത്ത് മുറ്റത്ത് പടക്കമൊക്കെ പൊട്ടുന്ന കേട്ടിട്ടാണ് ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ കണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാ വർഷവും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ കണിയൊക്കെ കണ്ടു. അതിനുശേഷം ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഞാൻ ഭഗവാനെയൊക്കെ പൂജിച്ചതിന് ശേഷം ഞാൻ നന്നായി തൊഴുതിട്ട് ഇതാണ് ഞാൻ വെച്ച കണി, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അതിനുശേഷം പിന്നെ അടുക്കളയിൽ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിനുശേഷം അടുക്കളയിലൊക്കെ കയറി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറാണ് വെക്കാൻ പോണത്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോൾ ചോറൊക്കെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു. അതിന് ശേഷം വിഷ്കട്ടി ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഉണക്കല്ലരി കൊണ്ടാണ് വിഷ്കട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു നാഴി അരിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരിയൊക്കെ അളന്നെടുത്തു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ അമ്മോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിഷ്കട്ടി ഉണ്ടാക്കിയെടുക്കുകയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഒരു നാളികേരമൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തു. എന്താണെന്ന് വെച്ചാൽ നാളികേരപ്പാലിലാണല്ലോ അരി വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നാളികേരമൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് നാളികേരം ഞാൻ കൊത്തിയെടുത്തു. ബാക്കിയുള്ള നാളികേരം ചിരകിയെടുത്തു. അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് വന്നപ്പോൾ ചായയൊക്കെ ആറ്റിയെടുത്തു. പിന്നെ ഇനി എനിക്ക് പണികളുണ്ടല്ലോ അടുക്കളയിൽ, സാമ്പാറും ഉപ്പേരിയും അവിയലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് അധികം പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കഷ്ണങ്ങളൊക്കെ ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ നുറുക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ആറ്റി വെച്ചതിന് ശേഷം ഞാൻ വേഗം മറ്റേ വിഷ്കട്ടയിലേക്കുള്ള പാലൊക്കെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാലൊക്കെ അടിച്ചെടുക്കണതിൻ്റെ ഇടയിൽ അരിയൊക്കെ തിളച്ച് വന്നപ്പോൾ അത് ഇറക്കി അങ്ങനെ തെർമൽ കുക്കറിൽ അടച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ ഇനി ഞാൻ വിഷ്കട്ട അപ്പോഴേക്കും വിഷ്കട്ടയൊക്കെ ഒരുവിധം വെന്ത് പാകമായി വന്നു. അപ്പോഴേക്കും ഞാൻ സാമ്പാറിലേക്കുള്ള പരിപ്പൊക്കെ കുക്കറിൽ അടുപ്പത്തിട്ടു. അപ്പോൾ വിഷ്കട്ടയൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ കൊത്തിവെച്ച നാളികേരം, കുറച്ച് നല്ല ജീരകവും പിന്നെ ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ടിട്ട്, ലാസ്റ്റാണ് ഉപ്പുപൊടി ഇട്ടത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് ഒരു ഇലയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അത് കാരണം ഞാനൊരു പേപ്പറും അതിൻ്റെ അടിയിൽ വിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ തട്ടുണ്ടെങ്കിൽ അതിൽ പരത്തിയെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണമാണ് ഞാനത് ചെയ്തെടുക്കാഞ്ഞത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇലയിൽ നന്നായിട്ട് ആദ്യം തന്നെ കയ്യിലുകൊണ്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തു. അതിനുശേഷം ഞാൻ ഒരു കിണ്ണം നനച്ചിട്ട് കിണ്ണത്തിൻ്റെ അടി കൊണ്ട് നന്നായിട്ട് അത് കനം കുറച്ചിട്ട് നല്ല ഇതിൽ പരത്തിയെടുക്കുകയാണ് ചെയ്യുക. അപ്പം നാളികേരക്കൊത്തുള്ള കാരണം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കടിക്കുമ്പോൾ നാളികേരക്കൊത്തും കടിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇത്തിരി അധികം നാളികേരക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ഞാൻ കുടിച്ചു. അതിനുശേഷം ഇനി എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. അപ്പം അങ്ങനെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ. കഷ്ണം ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ഞാൻ അവിയലിൻ്റെ കഷ്ണമൊക്കെ കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പും വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ അവിയലും അടുപ്പത്ത് വയ്ക്കുമ്പോഴേക്കും വീടിൻ്റെ അടുത്തുള്ള കുട്ടിയെ കൈനട്ടം തരാനായിട്ട് വന്നു. എൻ്റെ കൂട്ടുകാരിയാണ് സവിത. അപ്പോൾ ഞാൻ ആവശ്യക്ക് കൈനട്ടമൊക്കെ കൊടുത്തിട്ട് അവൾ പോയപ്പോൾ ഞാൻ പോയിട്ട് അവർക്കും കൈനട്ടമൊക്കെ കൊടുത്തു. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോ ഒക്കെ വന്നപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും എൻ്റെ അവിയലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചെറുതീയിൽ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ അപ്പോൾ അവിയലൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്കുള്ള അരപ്പും തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തു. അപ്പോഴേക്കും ഞാൻ വേഗം വെണ്ടക്കായും തക്കാളിയൊക്കെ നുറുക്കിയിട്ട് ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിലേക്ക്. അപ്പം അങ്ങനെ അവിയലൊക്കെ വെന്ത് സെറ്റായി വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് മൂടി വെച്ചു. എന്നിട്ട് അവിയൽ തുറക്കുമ്പോൾ നല്ല മണമാണ്. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തു. അതിന് ശേഷം എനിക്ക് സാമ്പാറിൽ ഞാൻ നാളികേരമൊന്നും ചേർക്കണില്ല. വെറുതെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ തക്കാളിയും വെണ്ടക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് സാമ്പാറൊക്കെ കാച്ചിയെടുത്തു. മുളകും മല്ലിയൊക്കെ ചേർത്തതിന് ശേഷം സാമ്പാറൊക്കെ കാച്ചിയെടുത്തു. അതിനുശേഷം പിന്നെ പയറും കായും ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും ഇന്നലെ വൈകുന്നേരം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പയറും കായും ഉള്ളിയൊക്കെ ചതച്ചെടുത്ത് കരിവേപ്പിലയും ഉള്ളിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് വേവിച്ച് വെച്ച പയറും കായും അതിലേക്ക് തട്ടി കൊടുത്തിട്ട് അങ്ങനെ പയറും കായും ഉപ്പേരിയും സെറ്റാക്കി എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ ഞാൻ ഇന്നലെ വാവച്ചീനെ കൊണ്ടുവരാൻ പോയപ്പോൾ ചേച്ചി പുളിഞ്ചിയും അച്ചാറും കാളനൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് കാരണം വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ പപ്പടം വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അതും കൂടി ആയി കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അടുക്കളയൊക്കെ തുടച്ചിട്ടതിന് ശേഷം എനിക്കിനി ബാക്കി പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ വറുത്തെടുത്തതിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ തുടച്ചിട്ട് അപ്പോഴേക്കും ബിജാഷേട്ടന് വാവച്ചി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈനീട്ടമൊക്കെ അവർക്ക് കൊടുത്തു. അതൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ അടുക്കളയൊക്കെ നന്നായി തുടച്ചെടുത്തു. നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായിരുന്നു. കറിയൊക്കെ പപ്പടം വറുത്തിട്ടും കറിയൊക്കെ കാച്ചിയെടുത്തതിന് ഒക്കെ നന്നായിട്ട് തിണ്ടിലൊക്കെ വെളിച്ചെണ്ണയുടെ അതൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായി തുടച്ചെടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ വാവച്ചും ബിജാഷേട്ടനും ബിസ്ക്കട്ടയൊക്കെ കഴിച്ചു. സാമ്പാറും ബിസ്ക്കട്ടയും പപ്പടമൊക്കെ കഴിച്ചു. അപ്പോൾ അപ്പോഴേക്കും ഞാൻ അടുക്കളയൊക്കെ തുടച്ചെടുത്തിട്ട് ബാക്കി അത്യാവശ്യം കുറച്ച് പണികളുണ്ടെന്ന് പറഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ബിസ്ക്കട്ട കഴിച്ചു. ബിസ്ക്കറ്റ് സാമ്പാറും അവിയലും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതിനുശേഷം ഞാനൊരു ഗ്ലാസ് ചായയും കുടിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബിജാഷേട്ടനോടാണ് വീഡിയോ പിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ചെടികളൊക്കെ കുറച്ച് ചെടികളെന്ന് പറഞ്ഞാൽ ഇലച്ചെടികളാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു. എന്നിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്ന് ഒരു 12:30 ഒക്കെ ആവാറായപ്പോഴാണ് ചോറുണ്ടത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചോറുണ്ടതിന് ശേഷം ഞങ്ങളുടെ നിക്കുവിനും ഞങ്ങൾ ചോറ് കൊടുത്തു. അപ്പം ഞാൻ ഓണായാലും വിഷുവായാലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഇലയൊക്കെ വെട്ടിയിട്ട് അവനും ചോറ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കറികളും പപ്പടവും അപ്പോൾ വാവച്ചിക്ക് നിർബന്ധമായിരുന്നു 2 പപ്പടം കൂട്ടിയിട്ട് ചോറ് കൊടുക്കണമെന്ന്. അപ്പം അങ്ങനെ ഇപ്പം അങ്ങനെ ഉണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും വാവച്ചി അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു. അവനാണെങ്കിൽ എന്താ പറയുക, ഇറച്ചി മീൻ ഇഷ്ടമാണ്. എന്നാലും നമ്മളധികം പച്ചക്കറി വാങ്ങണ കാരണം അവന് പച്ചക്കറി ആയാലും അവൻ ഉണ്ടോളും. അപ്പം അങ്ങനെ അവന് ചോറൊക്കെ കൊടുത്ത് അവൻ ആ ചോറൊക്കെ ഉണ്ടതിന് ശേഷം അവിടെയൊക്കെ ഓടി നടന്ന് കുറച്ച് നേരം കളിച്ച് പിന്നെ വാവച്ച് അവനെ കൂട്ടിലൊക്കെ കയറ്റി. അതൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാനും വാവച്ചും ബിജാഷേട്ടനും കൂടി പോയി. ഞാൻ പറഞ്ഞല്ലോ മണിക്കുട്ടൻ എൻ്റെ വീട്ടിലാന്ന്, അവൻ വന്നിട്ടില്ലാന്ന്. അപ്പം അങ്ങനെ അത്താണിയിലെത്തിയപ്പോൾ ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ഞങ്ങൾ അവിൽ മിൽക്ക് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാവച്ചിയോട് ചോദിച്ചു, ഒരു വട്ടം അമ്മ ഉണ്ടാക്കി തന്നില്ലേ, അതുപോലെ ആണെന്നോ ഇതിൻ്റെ ടേസ്റ്റ് ചോദിച്ചപ്പോൾ അവൾ എന്നെ കളിയാക്കിയിട്ട് ചിരിക്കുകയായിരുന്നു. അതെവിടെ കിടക്കണം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിൽ മിൽക്കൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്താണിയുടെ അതിലെ പോകണുണ്ടെങ്കിൽ ഡെസി ഗൂപ്പ എന്ന് പറഞ്ഞ കടയിൽ കയറി കഴിച്ച് നോക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ വാവച്ചി നിക്കൂനെയൊക്കെ കളിപ്പിച്ചു. അതിന് ശേഷം കുറേ പടക്കവും അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാച്ചനും മാമ്മന്മാരും. അപ്പോൾ അങ്ങനെ പടക്കവും മേശപ്പൂവും അതൊക്കെ കത്തിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ പട്ടി അത് കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കുരയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടിട്ട് ഞാൻ അമ്മയൊക്കെ കൂടിയിട്ട് ഉമ്മർത്തിരുന്ന് കുറേ നേരം അതൊക്കെ പറഞ്ഞ് ചിരിച്ചു. അതിന് ശേഷം അമ്മ ചായയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങനെ വീട്ടിലേക്ക് എൻ്റെ പാർലിക്കാട്ടേക്ക് വന്നതിന് ശേഷം അവിടെ വന്നിട്ട് എന്താ പറയുക പേരക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ വാവച്ചി എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ഞാൻ പേരക്കായൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിന് ശേഷം ഞാൻ മൂസമ്പി ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ജ്യൂസും ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു. അപ്പോഴേക്ക് വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടനും ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വൈകുന്നേരം പടക്കം അതൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഞാൻ കമ്പിപ്പിത്തിരിയൊക്കെ പിടിച്ചിട്ട് നല്ല ഡാൻസായിരുന്നു. അപ്പോൾ വാവിച്ചത് വീഡിയോ പിടിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സന്തോഷമായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോഴേക്കും മഴയൊക്കെ ചെറിയ രീതിയിൽ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വാവച്ചിക്ക് മാമ്മന്മാർ കൊടുത്തയച്ചതാണ്. ഞങ്ങൾ പടക്കമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത്രയ്ക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പടക്കമൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ചു. അപ്പോഴേക്കും ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, വായോ ഇവിടെ കുറേ ബിരിയാണിയൊക്കെ ഉണ്ട്. ശരത്തിൻ്റെ ചേച്ചിയുടെ മോളുടെ അവിടെ കാവടിയായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി. അപ്പോൾ അങ്ങനെ ഗുലുസൂന് കൈനട്ടം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഗുലുസൂന് കൈനട്ടൊക്കെ കൊടുത്തപ്പോൾ നല്ല ചിരിയായിരുന്നു. അതിനുശേഷം ബിരിയാണിയും പിന്നെ ചേച്ചി ഉണ്ടാക്കിയ പാലട പായസമൊക്കെ കുടിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.